അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അർറഹ്മാനിർ റഹീം. സുക്കൂനുള്ള ലാമിന് ശേഷം റാ വന്നു. അപ്പോൾ റായിന് ശ്രദ്ധ ചെയ്ത് വായിച്ചു. അർറഹ്മാനിർ റഹീം. രണ്ട് സ്ഥലത്തും അർറഹ്മാനി അർറഹീം. ഇവിടെ സുക്കൂനുള്ള ലാമിന് ശേഷം റാ ആണ് വന്നത്. റാ ശംസിയായ അക്ഷരമായതുകൊണ്ട് റായിന് ശ്രദ്ധ ചെയ്ത് ഓതി. മാലികി യൗമിദ്ദീൻ. ഇവിടെ യൗമിദ്ദീൻ അദ്ദീൻ സുക്കൂനുള്ള ലാമിന് ശേഷം ദാല് വന്നു. ദാല് ശംസിയായ അക്ഷരമായതുകൊണ്ട് അതിന് ശ്രദ്ധ ചെയ്ത് വായിച്ചു. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്തിൽ സുക്കൂനുള്ള ലാമിന് ശേഷം ശംസിയായ അക്ഷരമോ കമരിയായ അക്ഷരമോ വന്നിട്ടില്ല. സുക്കൂനുള്ള ലാമ് ഇതിലില്ലാത്തത് കൊണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതിൽ ഇഹ്ദിനസ് സിറാത്ത സുക്കൂനുള്ള ലാമിന് ശേഷം സ്വാദ് വന്നു. സ്വാദ് ശംസിയായ അക്ഷരമായതുകൊണ്ട് അതിൽ ശ്രദ്ധ ചെയ്ത് വായിച്ചു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അവിടെ സുക്കൂനുള്ള ലാമിന് ശേഷം മീമ വന്നത്. മീമ കമരി ആയതുകൊണ്ട് ലാമിന്റെ സുക്കൂന് വ്യക്തമായി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഇവിടെ സുക്കൂനുള്ള ലാമിന് ശേഷം ദാല് വന്നതുകൊണ്ട്, ദാല് ശംസിയായ അക്ഷരമായതുകൊണ്ട് ദാലിന് ശ്രദ്ധ ചെയ്ത് വായിച്ചു. അല്ലദീന സിറാത്തല്ലദീന സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം സുക്കൂനുള്ള ലാമിന് ശേഷം മീമ് വന്നതുകൊണ്ട്, മീമ കമരിയായ അക്ഷരമായതുകൊണ്ട് ലാമിന് സുക്കൂന് ചെയ്തുകൊണ്ട് വായിച്ചു. വലദ്ദാല്ലീൻ. സുക്കൂനുള്ള ലാമിന് ശേഷം ദ്വാദ് വന്നതുകൊണ്ട്, ദ്വാദ് ശംസിയായ അക്ഷരമായതുകൊണ്ട് ദ്വാദിനെ ശ്രദ്ധ ചെയ്ത് വായിച്ചു. ഇതേ പ്രകാരമാണ് നമ്മൾ ഖുർആൻ മുഴുവനും ഓതുമ്പോൾ ശംസിയായ അക്ഷരം സുക്കൂനുള്ള ലാമിന് ശേഷം വന്നാൽ അതിന് ശ്രദ്ധ ചെയ്യുകയും സുക്കൂനുള്ള ലാമിന് ശേഷം കമരിയായ അക്ഷരം വന്നാൽ അതിന് സുക്കൂന് ചെയ്ത് വായിക്കുകയും വേണ്ടതാണ്.